പാഥേയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയിലാണ്. എങ്ങോട്ടാണെന്നല്ലേ? ആലപ്പുഴയിലേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ വലിയ പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള യാത്രയൊന്നുമല്ല. മെയിനായിട്ട് രണ്ട് ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ബ്രദേഴ്സ് ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഡക്ക് റോസ്റ്റ് കഴിക്കുക, പിന്നെ കായലിൽ കൂടെ ചെറിയൊരു ബോട്ട് ട്രിപ്പ്, പിന്നെ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലൊന്ന് പോവുക. ഇതാണ് ഇന്നത്തെ പരിപാടികൾ. ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി വഴിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ആലപ്പുഴ എത്താറായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ നേരെ ബ്രദേഴ്സ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. ബ്രദേഴ്സ് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ബ്രദേഴ്സ് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഹോട്ടലിന് ബ്രദേഴ്സ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഇത് തുടങ്ങിയത് 2 സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് ബ്രദേഴ്സ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം. പിന്നെ ഈ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ വരാത്ത സിനിമാക്കാരില്ല. ഈ ഹോട്ടൽ നിങ്ങൾ ഒരുപാട് സിനിമകളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഒരുപാട് സിനിമകൾ രൂപപ്പെട്ടത് ഇവിടെയാണ്. പണ്ട് കാലം തൊട്ടേ, നസീറിൻ്റെ ഉമ്മറിൻ്റെയൊക്കെ കാലം തൊട്ടേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിനു മുകളിലാണ് ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ 19-ാം നമ്പർ മുറി ഭയങ്കര ഫേമസ് ആണ്. മണിച്ചിത്രത്താഴ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ 19-ാം നമ്പർ മുറിയിൽ ഇരുന്നിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബിനോയ് ചേട്ടനും ഡെന്നിച്ചനും രഞ്ജിത്തേട്ടനും ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുക, ഇവിടുത്തെ ഡക്ക് റോസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിയുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം, ഭക്ഷണം കഴിക്കണം. സിൻസ് 1973 1973 തുടങ്ങിയ ഹോട്ടലാണ്. അന്ന് തൊട്ടേ ഇവിടെ സിനിമാക്കാരുടെ പ്രധാന താവളമായിരുന്നു. ഈ ഡക്ക് റോസ്റ്റ് ഫേമസ് ആവാനായിട്ടൊരു കഥയുണ്ട്. നമ്മുടെ ഛായാഗ്രാഹകനുണ്ടല്ലോ, സിനിമാറ്റോഗ്രാഫർ പി സുകുമാറാണ് ഈ ഡക്ക് റോസ്റ്റ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. അത് ആദ്യകാലത്ത് ഡക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മുടെ മെനുവിൽ ഇല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കുറേ ചേരുവകളൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ഡക്കിനെ കൊണ്ടുവന്ന് കറി വെക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഡക്ക് റോസ്റ്റ് ഇവിടെ മെനുവിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഡക്ക് റോസ്റ്റ് ഒരു ഐറ്റമായിട്ട് ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറാം. ഇതുണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സിനിമാക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അവരുടെ എല്ലാ ഫോട്ടോ ഹോട്ടലിൽ മെനു ഒന്ന് എടുത്ത് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തുമാത്രം ആൾക്കാരാണെന്ന്. ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് ഫേമസ് ആണ്. ശങ്കരാടി ഉണ്ട്, ക്യാപ്റ്റൻ രാജു ഉണ്ട്. ശങ്കരാടി ചേട്ടനും ക്യാപ്റ്റൻ രാജു സാറും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവരുടെ സ്വന്തം ഹോട്ടൽ പോലെയാണ് ഇവിടെ എന്നാണ് പറഞ്ഞിരുന്നത്. സിനിമാക്കാരുടെ സ്വന്തം റൂം നമ്പർ 19 കുറിച്ച് വന്ന പത്ര ക്ലിപ്പിംഗ് ആണത്. ഈ ചുവരുകളിലെല്ലാം ഇവരുടെ ഫോട്ടോകളാണ് കേട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുമാത്രം ആൾക്കാരാണെന്നുണ്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ഹോട്ടലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അവർ ആ പേജ് എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. തിക്കുറിശിയുണ്ട്, ശ്രീവിദ്യയുണ്ട്, പപ്പു ചേട്ടനുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ശശി കപൂർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് 1975. മഞ്ജു വാര്യർ. ഞങ്ങൾ ഉച്ചയാകുന്ന ഒരു ടൈമിലാണ്, ഊണിൻ്റെ തിരക്കാകുന്ന ഒരു ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. കൊണ്ട് അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡക്ക് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ നെയ്മീൻ കറി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ മട്ടൺ കറി ഓർഡർ ചെയ്തു, അങ്ങനെ പൊറോട്ടയും ചപ്പാത്തിയും. അപ്പോൾ ഡക്ക് റോസ്റ്റ് വന്നിട്ടുണ്ട്. ഡക്ക് റോസ്റ്റ് എല്ലാവരും എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡക്ക് റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. വെറുതെ അല്ല ആൾക്കാർ ഇവിടെ ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം ഈ ഡക്ക് റോസ്റ്റ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നത്. എന്തായാലും ഞങ്ങൾ നിമിഷം നേരം കൊണ്ട് പ്ലേറ്റുകളെല്ലാം ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസ് കൂടി ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ജ്യൂസൊക്കെ കഴിച്ചു. എന്തായാലും ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ആലപ്പുഴയിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ബ്രദേഴ്സ് ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, എക്സ്പെഷ്യലി ഇവിടുത്തെ ഡക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടുത്തെ ഡക്ക് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡക്ക് റോസ്റ്റ് മാത്രമല്ല കേട്ടോ, ബാക്കി ഞങ്ങൾ കഴിച്ച എല്ലാ ഐറ്റംസും, മീൻ കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും മട്ടൺ കറി ആയിരുന്നെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവഴിക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബ്രദേഴ്സിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷമുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആണ്. അപ്പം നമ്മൾ നേരെ ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിവിടെ ഒരു പേയം പാർക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രദേഴ്സിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക്. നമ്മൾ KSRTCയുടെ മുന്നിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് ഇപ്പോൾ നടന്നിങ്ങനെ വന്നത്.
അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ ബോട്ട് വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ചുമ്മാ റേറ്റ് ചോദിച്ചപ്പോൾ 1000 രൂപയാണ് ഒരു മണിക്കൂറെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും, ബോട്ട് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൽ ഒരാൾ 800 രൂപ പറഞ്ഞു, ഒരാൾ 600 രൂപ പറഞ്ഞു. അങ്ങനെ പല റേറ്റിൽ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്താൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സർക്കാരിൻ്റെ ബോട്ടിൽ ഒരു യാത്രാ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ കണ്ട ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തൊരു മംഗലശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ മംഗലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ 3/4 മണിക്കൂർ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം, കാഴ്ചകളൊക്കെ കണ്ടു പോകാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ടും ആലപ്പുഴയ്ക്കും ബോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ വന്നൊരു യാത്രാ ബോട്ടിൽ കയറി. ഡെന്നിച്ചനും വിനോചനും മുമ്പിലിരുന്നു, ഞാനും രഞ്ജിത്തേട്ടനും പുറകിലാണ്. ആ ഹോട്ടൽ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്നും മംഗലശ്ശേരിയിലേക്ക് 11 രൂപയാണ് ഒരാൾക്ക് ചാർജ്. അപ്പം 4 പേർ കൂടി 44 രൂപയേ ആകുള്ളൂ മംഗലശ്ശേരി വരെ ചെല്ലുന്നതിന്. അതായത് 3/4 മണിക്കൂർ നമുക്ക് ബോട്ടിലിരുന്ന് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ബോട്ട് ഇവിടെ ജെട്ടിയിൽ നിന്ന് ബോട്ട് എടുക്കുകയാണ്. അവിടെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു അല്ലേ, ഹവേലി. ആ കളറ് കാണാൻ നല്ല രസമുണ്ടല്ലേ, രാജസ്ഥാനിലൊക്കെ ഓരോ കോട്ടകൾ കാണുന്നത് പോലെ ഉള്ളൊരു ഫീല്. എന്ത് ബോട്ടുകളാണെന്നറിയോ ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ സവാരി പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ ആദ്യം പറയുന്ന റേറ്റിൽ നിന്നൊക്കെ കുറച്ച് കിട്ടുമായിരിക്കും. നമ്മളിപ്പോൾ എന്തായാലും ഒരു യാത്രാ ബോട്ടിലാണ്, സർക്കാരിൻ്റെ യാത്രാ ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബോട്ടിൻ്റെ ഒക്കെ കളറ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അവിടെ വേറൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ഈ ഹോട്ടലുകളൊന്നും നേരത്തെ തൊട്ടുള്ളതാണോ റീസെൻ്റായിട്ട് വന്നതാണോ എന്നറിയില്ല. എന്തായാലും ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടക്ടർ ചേട്ടൻ വന്നു. അപ്പോൾ നമ്മളോട് സ്ഥലം ചോദിച്ചപ്പോൾ ആദ്യമേ പറഞ്ഞപ്പോൾ മംഗലശ്ശേരിക്ക് വരെ വേറെ എന്തോ സ്ഥലമാണ് പറഞ്ഞത്. പുള്ളിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു മംഗലശ്ശേരിക്കാണോ എന്നുള്ളത്. ഇതുണ്ടോ, ആലപ്പുഴ തൊട്ട് മംഗലശ്ശേരി വരെ പോകുന്നതിന് 44 രൂപയായുള്ളൂ 4 പേർക്ക്. അതായത് ഒരാൾക്ക് 11 രൂപയായുള്ളൂ. ആ മതിലിനപ്പുറം റോഡാണ് കേട്ടോ. അതിലൊക്കെ ആകെ 2 പേരേ ഉള്ളൂ യാത്രക്കാർ. അപ്പോൾ ഇവിടെയാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം. നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ കാണുന്നത്. അവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ എന്തായാലും ബോട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്താ അവിടെ വേറൊരു ഹോട്ടൽ, എന്ത് വലിയ ഹൗസ് ബോട്ടാണ് കിടക്കുന്നതെന്ന് കണ്ടോ. ഇതൊക്കെ ഹോട്ടലുകാരുടെ ആയിരിക്കുമോ, ചിലപ്പോൾ ആയിരിക്കും. ഒരു വെറൈറ്റി പാലം അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ ഇതിൻ്റെ സൈഡിൽ കൂടി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരിക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും ബോട്ട് ഒരു ജെട്ടിയിലേക്ക് അടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടോ വെള്ളത്തിലേക്ക് ഇറക്കി കെട്ടി നിർത്തിയിരിക്കുന്നുണ്ടോ, അത് ആൾക്കാർക്ക് വന്ന് ബോട്ടിൽ കയറാനായിട്ടും ഇറങ്ങാനായിട്ടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യാത്രാ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഈ ബോട്ട് ഇങ്ങനെ ജെട്ടിയിൽ അടുപ്പിക്കുന്നതും ഒക്കെ കാണുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്നതെന്ന്. അതിനുവേണ്ടി തന്നെ 2 പേരുണ്ട് കണ്ടോ. ബോട്ടിൽ കയറ് കെട്ടിയിട്ട് ആ കയറ് ജെട്ടിയിൽ വേറൊരു കുറ്റിയിലേക്ക് കെട്ടി അതിലേക്ക് വലിച്ചു നിർത്തിയാണ് ബോട്ട് അടുപ്പിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും എളുപ്പമുണ്ടാവും. അപ്പോൾ ആ ജെട്ടിയിൽ നിന്ന് ബോട്ട് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജെട്ടി അടുക്കാറാകുമ്പോഴത്തേക്കും അവിടെ കയറുമായിട്ട് നിൽക്കുന്ന ആൾക്കാരിങ്ങനെ ഇറങ്ങി നിൽക്കും. ജെട്ടി അടുക്കാറാകുമ്പോൾ അവരതിലേക്ക് ചാടി കയറിയിട്ട് ആ കയറ് അവിടെ ഒരു കുറ്റി ഇട്ടിട്ടുണ്ടാവും. ആ കുറ്റിയിലേക്ക് വലിച്ച് ചുറ്റി പിടിച്ച് നിർത്തും. എന്നിട്ട് ബോട്ട് അങ്ങോട്ട് വലിച്ച് അടുപ്പിക്കും. അതാണ് ചെയ്യുന്നത്. ആദ്യം ഇട്ടപ്പോൾ കൊണ്ട് കിട്ടിയില്ല, ബോട്ട് അകന്നു പോയി. കുറച്ച് പണിയാണല്ലോ ഇത് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ. ആ ഒരു തൂണിൻ്റെ കാല് കൊണ്ടോ സിമെൻ്റ് എല്ലാം പോയിട്ട് ദ്രവിച്ച് നിൽക്കുന്ന കമ്പി മാത്രം. ഈ ബോട്ട് വന്ന് ഇടിച്ചിടിച്ചിട്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് അങ്ങനെ ചാടി ഇറങ്ങിയിട്ട് ആ കുറ്റിയിലേക്ക് വലിച്ച് കെട്ടുക ചെയ്യുന്നത്. ബോട്ട് വലിച്ചടുപ്പിക്കുകയാണ്. അങ്ങനെ വലിച്ചു പിടിക്കാൻ ബോട്ട് പിന്നെ അകന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റും. പിള്ളേരും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുന്നതല്ലേ. ആൾക്കാർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു കയറി പോകാവുന്നവർ പറയും. അങ്ങനെ ബോട്ട് മുന്നോട്ടെടുക്കും. അവിടെയൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ. ഈ ബോട്ട് ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് പോകുമ്പോൾ ബോട്ട് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സൈഡിൽ മാത്രമേ ബോട്ട് അടുപ്പിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കായലിക്കൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 വശത്തുമുള്ള ജെട്ടികളിലേക്ക് ഈ ബോട്ട് അടുക്കുന്നുണ്ട്. 2 സൈഡിലും ആൾക്കാർ ഇറങ്ങാനും ഉണ്ടാവും കയറാനും ഉണ്ടാവും. പോള കിടക്കുന്നത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ.
പക്ഷേ ഈ പോള വെള്ളത്തിന് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നതല്ലേ. ഇപ്പോൾ പോള വാരാൻ എന്തോ മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എവിടെയോ കണ്ടായിരുന്നു. വീണ്ടും ഒരു ജെട്ടിയിലേക്ക് ബോട്ട് എടുത്തു. ഇവിടെയൊക്കെ വീടുകളുണ്ടോ, ഇഷ്ടംപോലെ വീടുകളും ഹോട്ടലുകളും ഒക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ചായക്കടകൾ. ആ വീട് കണ്ടോ, 4 തൂണിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വീട്. അതിൻ്റെ അടി വെള്ളം കയറുന്നതുകൊണ്ടാണോ? അപ്പം അങ്ങനെയുണ്ട്, മറ്റുള്ള വീടുകളിലൊക്കെ വെള്ളം കയറില്ലേ. ഇഷ്ടംപോലെ ബോട്ടുകൾ ട്രിപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കായലിൽ യാത്ര, ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ കാറ്റൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. അതും 11 രൂപയുള്ളതെന്ന് ഓർത്തോണം. 3/4 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ വെറും 11 രൂപയ്ക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ്. എന്തോ ഹൗസ് ബോട്ടുകളാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ ആലപ്പുഴയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയല്ലേ. വീണ്ടും പോള നിറഞ്ഞെടുക്കുന്ന ഒരു പ്രദേശത്തേക്ക് വന്നു. ഇവിടെ എല്ലാം വീടുകളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ. ഇതൊക്കെ ചിലപ്പോൾ ഹോം സ്റ്റേകളാക്കിയിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നതായിരിക്കും. ടൂറിസമാണല്ലോ മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതവിടെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വെള്ളം കൂടുതലുണ്ട്. ഇതിലും താഴ്ന്ന സ്ഥലമാണ് അപ്പുറേ. അപ്പോൾ ആ കെട്ടിനപ്പുറേ വെള്ളം താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെയൊക്കെ താഴ്ന്ന അവിടെ വെള്ളം നിൽക്കുന്നത്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ് കേട്ടോ. ഇതിലെല്ലാം യാത്രക്കാരും ഉണ്ട്. ചില ഹൗസ് ബോട്ടിലൊക്കെ ഒരാൾ 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഈ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കപ്പിൾസ് വരുന്നവരൊക്കെ മിക്കവാറും ബോട്ടിലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഒരാളല്ലേ 2 പേരെ ഉണ്ടാവുള്ളൂ. അവരായിരിക്കും ഈ ബോട്ട് എടുത്തുകൊണ്ട് പോണേ. അപ്പോൾ അങ്ങനെ നമ്മൾ മാമലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഹൗസ് ബോട്ടുകൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്ന് ഇറങ്ങുന്ന കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആയുർവേദ മസാജ് സെൻ്റർ ഉണ്ട്. പിന്നെ 1-2 ചെറിയ ചെറിയ കടകളുണ്ട്. അത്യാവശ്യം സ്നാക്സും വെള്ളവും ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കിടക്കുന്നതെല്ലാം കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു വേസ്റ്റോ ചപ്പച്ചോറുകളോ അങ്ങനെ ഒന്നുമില്ല. ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. എന്നെ കിടു ഹൗസ് ബോട്ടുകളാണ്. എത്ര ബോട്ടുകളാണ് കായലിൽ കൂടെ ട്രിപ്പ് വെക്കുന്നതെന്ന് കണ്ടോ. ഇപ്പോൾ എന്തുമാത്രം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ചെറിയ തുരുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമുക്കിങ്ങനെ ചുറ്റി കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ചങ്ങ് നടന്നു പോയായിരുന്നു. ഒന്ന് വട്ടം കറങ്ങി പോകാനുള്ള ദൂരമുണ്ട്. കുറച്ച് ഹോം സ്റ്റേകളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ കുറച്ച് നേരം നിന്നു, കാഴ്ചകളൊക്കെ കണ്ടു, ഐസ്ക്രീമൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു. 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇനി എന്തായാലും തിരിച്ചു പോകണമല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു ബോട്ട് വരുമ്പോൾ, ഇതിനിടയ്ക്ക് വേറെ ബോട്ടുകളൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു ബോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് ആലപ്പുഴയ്ക്ക് നമുക്ക് പോകാം. എന്തായാലും തിരിച്ച് നമുക്ക് അപ്പം തന്നെ ഒരു ബോട്ട് കിട്ടി. തിരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് 2 നിലയുള്ളൊരു ബോട്ടാണ് കിട്ടിയത്. ഇതിന് മുകളിൽ യാത്രക്കാരല്ല കയറുന്നത്. ഇതുപോലെ ടൂറിസ്റ്റുകളായിട്ട് വന്ന് സീനറിയൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇതിന് മുകളിലേക്ക് കയറാറുള്ളൂ. മാത്രമല്ല മുകളിൽ റേറ്റ് കൂടുതലും ഉണ്ട്. നമ്മളിങ്ങോട്ട് മാമലശ്ശേരിക്ക് വന്ന് 11 രൂപ മുടക്കിയിട്ടല്ലേ. അപ്പോൾ തിരിച്ച് നമുക്ക് പോകുമ്പോൾ മുകളിൽ ഇരുന്ന് പോകണമെങ്കിൽ 60 രൂപ കൊടുക്കണം. അപ്പോൾ മുകളിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 2 സൈഡിലും കാഴ്ചകൾ നമുക്ക് കാണാം. മാത്രമല്ല മുകളിൽ ഇരുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിൽ തന്നെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ 60 രൂപ മുടക്കി ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി. താഴെ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അടിപൊളിയാണ് കേട്ടോ. മുകളിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കാഴ്ച കാണാനായിട്ട് കയറി 2, 3, 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആകെ. പിന്നെ ഞങ്ങളും. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ് കേട്ടോ ഇതിലൂടെ ട്രിപ്പ് വെക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ റോഡിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കായലിൽ ട്രാഫിക് ബ്ലോക്ക് ഞങ്ങൾ കണ്ടു. കാരണം അതിനിടയിലൂടെ അപ്പുറത്തും 2 സൈഡിലെയും ചെട്ടികളിൽ ബോട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൻ്റെ ഡ്രൈവറെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പാടുപെട്ടായിരുന്നു. പിന്നെ ഇവർ നീട്ടി ഓൺ അടിക്കുമ്പോൾ മറ്റേ ഹൗസ് ബോട്ടുകളൊക്കെ ഒന്നെങ്കിൽ നിർത്തിത്തരും, ഇല്ലെങ്കിൽ അവർ സൈഡിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ നിർത്തിത്തരുന്നതൊക്കെ കൊണ്ടാണ് ഇതിനിടയ്ക്കൂടെ ഈ ഡ്രൈവർ കുത്തിക്കയറ്റിക്കൊണ്ട് പോയി ഓരോ ജെട്ടിയിലും അടുപ്പിക്കുന്നത്. ഉണ്ടോ ലൈനായിട്ട് എത്ര ഹൗസ് ബോട്ടുകളാണ് പോകുന്നതെന്ന് കണ്ടോ. ഇതിങ്ങനെ നോക്കത്താ ദൂരം അങ്ങേറ്റം വരെ ഇതുപോലെ ഹൗസ് ബോട്ടുകളാണ് കിടക്കുന്നത് കേട്ടോ. ഇതുണ്ടോ ഇപ്പോൾ ആ ഇടദോഷത്തുള്ള ജെട്ടിയിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓണടിച്ച് ഇതിൻ്റെ ഇടയിലൂടെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അങ്ങോട്ടേക്ക്. ആ ദൂരെ കാണുന്ന ജെട്ടിയിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
നമ്മുടെ തൊട്ട് പുറയിൽ വന്ന ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ നിർത്തി തന്നു ഈ ബോട്ടിനെ അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട്. കണ്ടോ, വീണ്ടും അവിടെ നിന്ന് ഇടതുവശത്തെ ജെട്ടിയിൽ അടുപ്പിച്ചതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും വലതുവശത്തൊരു ജെട്ടി കാണുന്നുണ്ടോ, അവിടെ അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടിൽ ട്രിപ്പ് വെക്കുന്നുമുണ്ട് കേട്ടോ. പക്ഷേ ഹോൺ അടിക്കുമ്പോൾ അവർ ഒന്നെങ്കിൽ നിർത്തി തരും, ഇല്ലെങ്കിൽ സൈഡിലേക്ക് ഒതുക്കും. കണ്ടോ, വരി വരിയായിട്ട് എത്ര ഹൗസ് ബോട്ടുകളാണ് പോകുന്നതെന്ന് കണ്ടോ. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അടിയിലത്തെ നിലയിലിരുന്ന് നമ്മൾ യാത്ര ചെയ്തു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്തു. താഴെ ഇരുന്നുള്ള യാത്രക്കായാലും ഏറ്റവും നല്ലത് മുകളിൽ ഇരുന്നുള്ള യാത്ര തന്നെയാണ് കേട്ടോ. താഴെ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ മുകളിൽ നമുക്ക് രണ്ട് സൈഡിലും കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. എന്തായാലും ബോട്ട് യാത്ര ഒരു അടിപൊളി അനുഭവമായിരുന്നു. 11 രൂപയ്ക്ക് 3/4 മണിക്കൂർ നേരം കായൽ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ. കാരണം നമ്മൾ 1 മണിക്കൂർ ബോട്ട് വിളിക്കണമെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ 1000 രൂപയാണ് നമ്മളോട് പറഞ്ഞത്. ഇതിപ്പം വെറും 11 രൂപയ്ക്ക് നമുക്ക് 3/4 മണിക്കൂർ പോകാൻ പറ്റി. പിന്നെ തിരിച്ചിങ്ങോട്ട് നമുക്ക് 2 നിലയുള്ള ഒരു ബോട്ട് കിട്ടി. അതിന് മുകളിലത്തെ നിലയിരുന്ന നമ്മൾ വന്നത്, അതിന് മാത്രം ഒരാൾക്ക് 60 രൂപ കൊടുക്കേണ്ടി വന്നു. എന്നാൽ അതൊട്ടും നഷ്ടമല്ല. 60 രൂപ ആണെങ്കിൽ പോലും അതൊട്ടും നഷ്ടമല്ല. കാരണം അത്രയ്ക്ക് എൻജോയബിൾ ആയിരുന്നു അതിന് മുകളിൽ ഇരുന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 സൈഡും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോരുക എന്ന് പറഞ്ഞാലേ. അപ്പോൾ എന്തായാലും ഇത് ഒരു വാർത്തയായിട്ടുള്ള ബോട്ട് യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും സമയം ഒരു 5 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിനി ബീച്ചിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വന്നപ്പോൾ വെയിൽ താന്നിട്ടില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് തിരിച്ചു പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്നുകൂടെ ആറുമല്ലോ. അപ്പോൾ എന്തായാലും കടലിൽ ചാടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പാൻറ്റൊക്കെ മാറ്റിയിട്ട് ബെർമുഡൊക്കെ എടുത്തിട്ട് പോകുന്ന ലേ ഡെനിച്ചൻ. എന്നാലും നമ്മൾ പോയി ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. വിനോദ് ചേട്ടനും രഞ്ജിത്ത് ചേട്ടനും സൺസെറ്റ് എൻജോയ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഈ പാലത്തിൻ്റെ തൂണുകൾ കണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പാലമാണെന്നാണ് പറഞ്ഞത്. അതായത് ചരക്ക് കപ്പലിൽ കൊണ്ടുവന്ന ചരക്കുകൾ ഇതിലേക്ക് കയറ്റിയിട്ട് ഇവിടുന്ന് റെയിൽ വഴി ഈ പാലം അങ്ങ് പുറകോട്ട് കുറേ ദൂരം വരെ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ചേട്ടൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവരുമല്ലോ, ടൂറ് കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു, അവിടെ റെയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞ്. ചരക്ക് കപ്പലിലൊക്കെ കൊണ്ടുവന്ന ചരക്ക് ഇറക്കി റെയിൽ വഴി ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ കാലുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതുകൊണ്ടായിരിക്കാം ആ കാലുകൾ ഇപ്പോഴും നല്ല ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. സൺസെറ്റിൻ്റെ സമയമാണ്. ആ അന്തിപ്പൊൻവട്ടം കടലിൽ ഇങ്ങനെ മുങ്ങിത്താഴ്ന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ക്രൗഡൊന്നുമല്ല. ഇതിങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ലല്ലോ. എന്തായാലും ഞങ്ങളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. വിനോദ് ചേട്ടനും ഡെന്നിച്ചനും രഞ്ജിത്ത് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കടലിൽ കുറേ സമയം ചാടി. എന്തായാലും കൊള്ളായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ ആ കടൽക്കാറ്റേറ്റ് കുറേ സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ട്രിപ്പായിരുന്നു, പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ആലപ്പുഴ പ്രദേശ് ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയി. 11 രൂപയ്ക്ക് നമ്മൾ 3/4 മണിക്കൂർ യാത്ര ചെയ്തു, ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതിനുശേഷം കടൽ തീരത്തേക്ക് വന്നു. ഇവിടെയും കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സംതൃപ്തി കിട്ടിയൊരു ദിവസമായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള വൈബുകൾ മാത്രം തന്നൊരു യാത്ര. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.